കലാപമായി മാറിയ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നാണക്കേടായി കോഴ വിവാദവും. ഒന്നാം സ്ഥാനത്തിന് 1.5 ലക്ഷം, രണ്ടാം സ്ഥാനത്തിന് 1 ലക്ഷം, മൂന്നാം സ്ഥാനത്തിന് 50,000. അങ്ങനെ വില പറഞ്ഞുറപ്പിക്കാനാണെങ്കിൽ ആദായ വിൽപ്പന എന്നൊരു ബോർഡ് വെച്ച് തൂക്കി വിറ്റാൽ പോരെ? ഇതാ ഈ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കൂ. തേർഡിന് 50, ഫസ്റ്റിന് 1, ഫസ്റ്റിന് സെക്കൻഡിന് 1, ഫസ്റ്റിന് 1.5 എന്തോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡാൻസ് ഐറ്റത്തിന് പൈസ കൊടുത്ത് മേടിച്ചാൽ പോരെ, എന്ത് പറയണമെന്ന് കേട്ടു. നമ്മൾ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞു. സാർ ഇത് നമ്മളോട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാൻ വേണ്ടി ഫോൺ ചെയ്തത്. സാർ അവർ പറയുന്നത് തേർഡ് വേണമെങ്കിൽ 40,000 രൂപയ്ക്ക് ഒതുക്കി തരാമെന്ന്. ഫസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ സാർ, ആ സാറന്മാർക്ക് എല്ലാം ഉള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് കൊടുത്തിരിക്കണം. കാരണം അവൾ കോളേജിൽ നിന്ന് ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടാതെ ഡബിൾ എൻട്രിയിൽ വന്നതാണ്. സാർ ബിജു സാർ ഇപ്പോൾ വിളിച്ചിരുന്നു, ആരോ 1:20 എന്താണ് കേൾക്കുന്നത്, എന്താണെന്ന് ഇപ്പോൾ വിളിച്ചിട്ട് കേട്ട സാർ. എനിക്ക് അറിഞ്ഞൂടെ സാർ ഇതിൻ്റെ പിന്നിലേക്ക് എന്തരാണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനിപ്പം മനസ്സിനാപ്പാടെ ഒരേ സങ്കടമായിട്ടിരിക്കുന്നു, ഒരേ ടെൻഷനായിട്ടിരിക്കുന്നു. ഇന്തിഫാദ എന്ന കലോത്സവത്തിന് പേരിടാനുള്ള തീരുമാനത്തിൽ തുടങ്ങിയ വിവാദങ്ങളാണ് ഒടുവിൽ ലക്ഷങ്ങളുടെ കോഴ ആരോപണത്തിൽ എത്തി നിൽക്കുന്നത്. എന്തൊക്കെയാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സംഭവിച്ചത്? ഗാസയിലെ ജൂത ഇടപെടലിനെതിരെ പലസ്തീൻ ജനത നടത്തിയ മുന്നേറ്റത്തിന്റെ പേരാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ആദ്യം സംഘാടകർ തിരഞ്ഞെടുത്തത്. ലോഗോയും പുറത്തിറക്കി. ഇതിനെതിരെ ABVP സർവകലാശാലയ്ക്ക് നൽകിയ പരാതിയെ തുടർന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ആ പേര് വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കി. ഗവർണർക്കും പരാതി നൽകി. ഹൈക്കോടതി കയറിയ വിഷയം VCയുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി തീർപ്പാക്കുകയാണ് ചെയ്തത്. വിവാദങ്ങൾ പക്ഷേ അവിടെ അവസാനിച്ചില്ല. കലോത്സവത്തിനെത്തുന്ന KSU വിദ്യാർത്ഥികളെ SFI തിരഞ്ഞുപിടിച്ചു മർദ്ദിക്കുന്നു എന്നാരോപിച്ച് KSUവിന്റെ സമരം. അതേ രീതിയിൽ കേരള പോലീസ് ചെയ്തിരിക്കുന്നു. KSUക്കാരെ പുറത്തിറക്കി വാതിലടച്ചിരിക്കുന്നു. കലോത്സവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് SFIയും ആരോപിച്ചു. കുട്ടികൾ പെർഫോം ചെയ്യുന്ന വേദിയുടെ മുന്നിലേക്ക് ആ പെർഫോമൻസ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കോ? ഇരുവിഭാഗങ്ങളും മുഖാമുഖം നിന്നതോടെ മത്സരാർത്ഥികളും പ്രതിഷേധവുമായെത്തി. ഏറ്റവും ഒടുവിൽ കോഴയാരോപണം. കലാലയ കലാസാംസ്കാരികോത്സവത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് കേരളയിൽ സംഭവിച്ചു എന്നാണ് KSUവിന്റെ ആരോപണം. കൃത്യമായിട്ടും സുതാര്യമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാട് സർവകലാശാല യൂണിയനും SFIയും സ്വീകരിക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് മാസങ്ങൾ ആഴ്ചകൾ പരിശീലനം നടത്തി മത്സരത്തിന് വന്ന് മത്സരത്തിൽ പോലും പങ്കെടുക്കുവാൻ കഴിയാതെ പോയ ആ വിദ്യാർത്ഥിനികളുടെ കണ്ണുനീർ നമ്മളടക്കം കണ്ടതാണ്. അപ്പോൾ അവർക്ക് നീതി ലഭ്യമാകണം. അവർ കഷ്ടപ്പെട്ട് പരിശീലനം നടത്തി വന്നിട്ടും ഒരു പെർഫോമൻസ് പോലും നടത്തുവാൻ സാധിക്കാതെ പോയ അനേകം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൽ അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി
സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് KSUവിൻ്റെ നിലപാട്. കടുത്ത സംഘർഷത്തിനിടയാകും എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒടുവിൽ കലോത്സവം തന്നെ നിർത്തിവെക്കാനുള്ള തീരുമാനം. അതും പക്ഷേ കണ്ണുനീരിന് വഴിവെച്ചു. കുട്ടികൾ പെർഫോം ചെയ്യുന്ന വേദിയുടെ മുന്നിലേക്ക് 5 വർഷം കൊണ്ട് പഠിക്കുകയാണ്, അവിടെ ഞങ്ങൾ അടിച്ചിട്ട് എനിക്ക് പറ്റില്ലപ്പാ. ഈ പിള്ളേർ കുഞ്ഞുങ്ങളെല്ലാം പൈസ കൊടുത്തതാപ്പാ. ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ കൊല്ലക്കാരാ. അവിടെ ഇപ്പം 2 കലോത്സവം നടന്നു, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം എന്താ ഇങ്ങനെ? ഇത് തിരുവനന്തപുരമാണോ? രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു വടയുടെ ബലം കാരണം ഞങ്ങൾക്ക് ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇന്നലെ മേക്കപ്പ് ഇട്ടത് മാറ്റിയിട്ട് ഇന്ന് വീണ്ടും പുതിയതായിട്ട് മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ക്യാൻസൽ ചെയ്തു. ഞങ്ങളുടെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയില്ലാത്തതാണൊക്കെ കാണിക്കുന്നത്. ഓരോ ബുദ്ധിമുട്ടിൽ നിന്നും ഓരോ കുട്ടികൾ വരികയാണ്. കലയെ സ്നേഹിച്ചുകൊണ്ട് അവർ ഒരു നേരമെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണമെന്നും പറഞ്ഞ് വരുന്ന കുട്ടികളാണ്. പക്ഷേ നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമാണ്. ഒടുവിൽ വേദിയിൽ കയറാൻ കഴിയില്ല, മത്സരിക്കാനോ വിജയം കൈവരിക്കാനോ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ പ്രതിഷേധ നൃത്തം അവതരിപ്പിക്കാൻ പോലും വിദ്യാർത്ഥികൾ തയ്യാറാകുന്ന കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഈ കറ മായ്ച്ചു കളയേണ്ടതുണ്ട്. കലോത്സവങ്ങൾ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. കലാപവാസനയോ കച്ചവട താല്പര്യങ്ങളെയോ അല്ല. അതിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്.